എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു വ്ളോഗ് ചെയ്യാൻ പോകുന്നത് ലിപ്പ് ലൈനേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ലിപ്പ് ലൈനേഴ്സ് ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നൊരു ഞാൻ കറണ്ടായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ലിപ്പ് ലൈനേഴ്സിനെ കുറിച്ചാണ്. കുറച്ച് ന്യൂഡ് ഷെയ്ഡ്സും ഉണ്ട്, കുറച്ചൊരു ഡീപ്പർ ഷെയ്ഡ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു മഗ്, പൊട്ടിയൊരു മഗ്ഗാണ്. പക്ഷെ ആ മഗ്ഗിനെ ഞാൻ റീയൂസ് ചെയ്ത് എൻ്റെ മേക്കപ്പ് ബ്രഷസും ലിപ്പ് ലൈനേഴ്സും ചിലപ്പോൾ ലിപ്പ് ബാമും കൂടെ ഉപയോഗിക്കാറുണ്ട്. ഇതൊരു ക്യൂട്ടൊരു ജഗ്ഗാണ്, ഷൈനി ആയിട്ടൊരു പേൾ ജഗ്ഗാണ്. ഫസ്റ്റ് ലിപ്പ് ലൈനർ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു നല്ലൊരു ന്യൂഡ് ഷെയ്ഡ്. നമ്മൾ നല്ലോണം ഹെവി മേക്കപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിപ്സ് കുറച്ചൊന്ന് ന്യൂഡായിട്ടിരിക്കുന്ന എന്ന് വെച്ചാൽ കുറച്ചൊരു മ്യൂട്ടഡ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ന്യൂഡ് ലിപ്പ് ലൈനർ ഉപയോഗിച്ച് കുറച്ചൊരു ന്യൂഡ് ഷെയ്ഡ് ഇടുന്നതായിരിക്കും ബെറ്റർ. പക്ഷെ നമ്മളിപ്പോൾ നോ മേക്കപ്പ് ലുക്കാണെന്നുണ്ടെങ്കിൽ ന്യൂഡ് ഷെയ്ഡിനേക്കാളും കുറച്ചുകൂടി ഒരു ബ്രൈറ്റനിങ് ഷെയ്ഡ് ഇടുമ്പോഴായിരിക്കും നമ്മളെ മുഖം കുറച്ചൊരു പുട്ട് ടുഗെദറായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു ന്യൂഡ് ലിപ്പ് ഷെയ്ഡാണ്. അപ്പം മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ന്യൂഡ് ലിപ്പ് ലൈനർ ഇട്ടിട്ട് ന്യൂഡ് ഷെയ്ഡ് ഇടുന്നതായിരിക്കും ബെറ്റർ. ഈ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പം എൽഫ് എന്നുള്ളൊരു കമ്പനി, നമുക്ക് നൈക്കിൽ ഉണ്ട്. ഇത് കുറച്ചൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്, പുറത്തെ ബ്രാൻഡാണ്, പക്ഷെ എന്നാലും കുറച്ചും കൂടെ ഒരു അഫോർഡബിൾ ആണ്. ഇതിൻ്റെ പേരൊന്ന് ക്രീം ഗ്ലൈഡ് ലിപ്പ് ലൈനർ. ഇതിൻ്റെ ഷെയ്ഡ് അതെങ്ങും എഴുതിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കുറേ റേഞ്ച് ഉണ്ട്, ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രീമിയാണ് ഫോമുല. കുറച്ച് സ്മഡ്ജ് ചെയ്തും വിടാം. അപ്പോൾ ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഇതിട്ടാൽ ചിലപ്പോൾ എനിക്കൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് തരത്തില്ല. അപ്പോൾ ഇത് നമ്മൾ ഫുൾ ഫേസ് മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ചെയ്തിട്ട് നമുക്ക് ന്യൂഡ് ലിപ്സ്റ്റിക് ഇടുന്നതായിരിക്കും ഞാൻ പറയുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഷുഗർ കോസ്മെറ്റിക്സ് എന്നുള്ള ബ്രാൻഡിൻ്റെ നമ്മളുടെ എല്ലാം ഇപ്പം മേക്കപ്പ് കടയിൽ പോകുമ്പോഴും ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ പ്രോഡക്റ്റ്സൊക്കെ അവൈലബിൾ ആണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലിപ്പ് ലൈനറാണ്. ഇതിൻ്റെ പേരെന്ന് പറയുമ്പോഴത്തേക്ക് വുഡഡ് ബൈ ന്യൂഡ് 02 എന്നുള്ള ഷെയ്ഡാണ്. നമ്മൾ മേക്കപ്പ് ഒന്നും ഇട്ടില്ലെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു നോ മേക്കപ്പ് ലുക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് ലിപ്പ് ലൈനർ ചെയ്തിട്ട് ഇത് വെച്ച് ഫില്ല് ചെയ്യാം. നല്ലൊരു ഷെയ്ഡാണ്, കാരണം ഇതൊരു ന്യൂഡാണെങ്കിലും കുറച്ച് ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഷെയ്ഡ്, ഒത്തിരി ന്യൂഡല്ല. അപ്പം എൻ്റെ ഒരു ഡസ്കി സ്കിൻ ടോണിനൊക്കെ പറ്റിയൊരു ലിപ്പ് ഷെയ്ഡാണ്. ഇത് ട്രൈ ചെയ്ത് കാണിച്ചു തരാം. നല്ല ക്രീമി ഫോമുലയാണ്. ഈ കളർ ഒരുവിധം എല്ലാം നമ്മളുടെ ഒരു ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയതായിട്ട് ചേരും. ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാനൊരു ചെറിയൊരു ലിപ്സ്റ്റിക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ലിപ്പ് ലൈൻ ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ വെളിയിൽ കൂടെ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ലിപ്പ് ലൈൻ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. കുറച്ചും കൂടെ ഒരു പുട്ട് ടുഗെദറായിട്ടിരിക്കും, നമ്മൾ ലിപ്സ് കുറച്ചൊരു കോൺടോർഡായിട്ടിരിക്കും. ഞാനൊരു ചെറിയൊരു ലൈനെ ഞാൻ ലിപ്പ് ലൈൻ ചെയ്യാറുള്ളൂ. പിന്നെ ഫില്ലും വേണം ചെയ്യാം, ഒത്തിരി ലാസ്റ്റ് ചെയ്യും. നല്ലൊരു ഷെയ്ഡല്ലേ. അപ്പോൾ ഒരു ചെറിയ ബ്രൈറ്റനിങ്ങുമാണ്, കൂടെ ഒരു ന്യൂഡ് ഷെയ്ഡുമാണ്. അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു ലിപ്പ് ലൈനർ ഭയങ്കര ഇഷ്ടം. ചെറിയൊരു പീച്ചി ബ്രൗൺ ന്യൂഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷെയ്ഡ്. ഇതാണ് വുഡഡ് ബൈ ന്യൂഡ്. ഇതിനെയും വേറെ ഏതൊക്കെയോ ഷെയ്ഡ്സ് നല്ല ഉണ്ട്. ഞാൻ വെച്ച് ഇതൊരു ട്രൈ ചെയ്തിട്ട് നമുക്ക് വേറെ റേഞ്ച് മേടിക്കാനുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ ഞാനിതും വേറൊരു ഷെയ്ഡും ഞാൻ ട്രൈ ചെയ്യും, എന്നിട്ട് മേടിക്കും. അപ്പോൾ ഇതാണ് വുഡഡ് ബൈ ന്യൂഡ്.
ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഷെയ്ഡ് കണ്ടോ, ഭയങ്കര നല്ലൊരു ഷെയ്ഡല്ലായിരുന്നോ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. നിങ്ങൾ ട്രൈ ചെയ്തോട്ട് നോക്കിയിട്ട് മേടിച്ച് നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കമ്പനിയുടെ ലിപ് പ്രൊഡക്ട്സൊക്കെ. പിന്നെ നെക്സ്റ്റ് കളറിലോട്ട് പോവാം. നെക്സ്റ്റ് എന്ന് പറയുമ്പം നിക്സ് കോസ്മെറ്റിക്സ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇന്ത്യയിലൊക്കെ അവൈലബിൾ ആണ്, നൈക്കയിലൊക്കെ ഉണ്ട്. ഇവരുടെയും ലിപ് ലൈനേഴ്സ് നല്ല ലിപ് ലൈനേഴ്സാണ്. ഈ നിക്സിൻ്റെ ലിപ് ലൈനർ, ഇതിൻ്റെ പേര് നട്ട്മെഗ് എന്നാണ് പേര്. ഇതൊരു പക്ക ഒരു ബ്രൗൺ ലിപ് ലൈനറാണ്. ഇത് ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചു തരാം. കുറച്ചൊന്ന് ട്രാൻസ്ഫർ ആവാൻ പാടാണ്, പക്ഷെ എന്നാലും നല്ല കളറാണ്. ഇതൊരു ബ്രൗൺ ന്യൂഡാണ്. നമുക്ക് കുറച്ചൊരു വാഷ് ഔട്ട് ചെയ്യുന്നതൊക്കെ ലിപ്സ്റ്റിക്ക് മേടിച്ചെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ ഡാർക്ക് ഷെയ്ഡ് എന്ന് വെച്ചാൽ ഒരു ബ്രൗൺ ലിപ്പ് ലൈൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു വാഷ് ഔട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ കുറച്ച് നമ്മളുടെ സ്കിന്നേക്കാളും ലൈറ്റ് ചേരുന്നില്ല എന്ന് തോന്നുന്ന ലിപ്സ്റ്റിക്ക് ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതായിട്ടിരിക്കും. അതാണ് ഒരു ഡാർക്കർ ലിപ് ഷെയ്ഡിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ. ഇത് നല്ലൊരു ഷെയ്ഡാണ്. നെക്സ്റ്റ് വന്ന് ഇതൊരു ബ്രൗൺ കളർ ഷെയ്ഡാണ്. ഇതൊരു പെട്രിക്ട എന്നുള്ളൊരു കമ്പനിയുടെ, പുറത്ത് ഇത് അവൈലബിൾ ഉള്ളൂ. ഇന്ത്യയിൽ ഇതുവരെ കിട്ടി തുടങ്ങിയില്ല. നൈക്കയിൽ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഇതും ഒരു ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ്. ഇത് കുറച്ചുകൂടി ന്യൂഡ് ബ്രൗൺ ആണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ് വരുന്നത്. ഇങ്ങനത്തെ ഒരു ക്ലിക്ക് പാക്കേജിങ്ങിലാണ്. ഇതിൻ്റെ പേര് ഓഷി സിംഗിൾ, അതാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതും ഒരു ബ്രൗൺ ന്യൂഡാണ്. നല്ലൊരു ഷെയ്ഡാണ്. നെക്സ്റ്റ് മെയ്ബിലിൻ്റെ ഒരു ന്യൂഡ് ലിപ്പ് ലൈനറാണ്. നല്ലൊരു ഷെയ്ഡാണ്. ഇതൊരു ന്യൂഡ് മോവ് ഷെയ്ഡാണ്. ഇതിൻ്റെ പേര് കാണുന്നില്ല, ഞാൻ വെട്ടി ഇത്ര ആക്കിയോണ്ട് ഒത്തിരി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പേരൊന്നും കാണുന്നില്ല. ഞാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിനകത്ത് ഇടാം. അപ്പോൾ ഇതാണ് മെയ്ബിലിൻ്റെത്. പിന്നെ എനിക്ക് ലാസ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഷാർലറ്റ് ടിൽബറിയുടെ ഒരു പീച്ചി ലിപ്പ് ലൈനറുണ്ട്. ഇതെല്ലാം വെട്ടി ഇത്രയായി. ഇതിൻ്റെ പേരും ഞാൻ ഓർക്കുന്നില്ല. ഈ ഒരു കളറാണ്. ഇപ്പോൾ ഒന്നുമില്ല, പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഒത്തിരി ഉപയോഗിച്ച് കളഞ്ഞതാണ്, തീർത്താണ്. പിന്നെ അത് കമൻറ്റിലിടാം ഞാൻ ഓർക്കുകയെന്നുണ്ടെങ്കിൽ. നോക്കട്ടെ. അപ്പോൾ എനിക്ക് ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ കൂടെ ഒരു ഗുണം എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഷാർപ്നർ ലിപ്പ് ലൈനർ ഷാർപ്പ് ചെയ്യാനുള്ള ഷാർപ്നർ കിട്ടിയായിരുന്നു ഫ്രീ ആയിട്ട്. അതും അഫോർഡബിളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഷുഗർ ആ ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്സാണ്. എനിക്ക് അവരുടെ തന്നെ ഒരു ക്രയോൺ ലിപ്സ്റ്റിക് ഉണ്ട്, ഇങ്ങനത്തെ നല്ലൊരു ഷെയ്ഡുണ്ട്. നിങ്ങൾക്കിത് കണ്ടോ ഭയങ്കര ഇൻസ്റ്റൻ്റായിട്ടൊരു ബ്രൈറ്റനിങ് ചെയ്യുന്നൊരു ഷെയ്ഡാണ് ഇത്. ഇവരുടെ തന്നെ ഒത്തിരി നല്ല ഷെയ്ഡ്സ് ഉണ്ട്. ഇത് ജാക്കി ബ്രൗൺ എന്നാണ് പേര്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ലൊരു കളർ പേ ഓഫും നല്ല കളേഴ്സും ഉള്ള ലിപ്സ്റ്റിക്കാണ് ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കമ്പനി. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ലിപ്പ് ലൈനേഴ്സ്. ഞാൻ ഈ ലിപ്പ് ലൈൻ ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ലിപ്സ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഞാനൊരു ഷൈനി അല്ലെങ്കിൽ ഒരു ലിപ് ബാം യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഇത് റോഡിൻ്റെ ലിപ് ബാമാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ലിപ്പ് ഒരു ബ്രൗണോ അല്ലെങ്കിൽ ഒരു ന്യൂഡ് ഷെയ്ഡ് ചെയ്തിട്ട് ചെറുതായിട്ട് ലിപ് ബാം നടുക്കം ഇട്ട് കൊടുത്ത ഒരു നല്ലൊരു ലിപ്പ് കോംബോ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു ചുണ്ടിൽ ഒത്തിരി ഡ്രൈനെസ്സോ അങ്ങനെയൊന്നും അറിയത്തില്ല. നല്ലൊരു ഗ്ലോസി ലിപ്പ് ഫിനിഷ് ആയിട്ട് കിട്ടും. എനിക്ക് അങ്ങനത്തെ ഒരു കോംബോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് ടൈം കാണുന്നവർ ബൈ.